കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ മീനടം യൂണിറ്റിൻ്റെ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ വന്നു ചേർത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് വേർപിരിഞ്ഞ് കർത്തസന്നിധിയിലേക്ക് പോയിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മ സംഘടനയുടെ ഒരു സജീവാംഗവും ഞങ്ങൾക്കൊക്കെ എപ്പോഴും പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്ന ഒരു മാതാവുമായിരുന്നു. അന്നേരം സംഘടനയുടെ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മീനടം യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീ മാത്യു മത്തായി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനരായ വൈദിക ശ്രേഷ്ഠർ, വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മീനടം യൂണിറ്റിൻ്റെ അനുശോചനം ആദ്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെൻഷൻ സംഘടനയാണ്. ഏതാണ്ട് 4.5 ലക്ഷത്തോളം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ഈ സംഘടനയുടെ മീനടം യൂണിറ്റിലെ ഒരു അംഗമായിരുന്നു പ്രിയപ്പെട്ട ടീച്ചർ. ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയോട് എന്നും താല്പര്യവും സ്നേഹവും എല്ലാവിധ സഹകരണവും പിന്തുണയും ഇക്കാലം അത്രയും നൽകി വരികയായിരുന്നു. ടീച്ചർക്ക് 80 വയസ്സ് പൂർത്തിയായ അവസരത്തിൽ ഞങ്ങളിവിടെ വരികയും ടീച്ചറെ ആദരിക്കുകയും ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് സ്വീകരണം നൽകുകയും ഞങ്ങളെ സ്വീകരിക്കുകയും വളരെ ആതിഥ്യ മര്യാദയോടുകൂടി എല്ലാവിധ സ്നേഹവും സൽക്കാരവും തന്ന് ഞങ്ങളെ അയച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കഴിഞ്ഞ 88 വർഷക്കാലം ദീർഘമായ ഒരായുസ് പ്രിയപ്പെട്ട ടീച്ചർക്ക് സർവേശ്വരൻ നൽകി. ഈ കാലം അത്രയും സമൂഹത്തിനും ഈ കുടുംബത്തിനും നൽകിയ സേവനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ അനേകായിരം വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന് നൽകി. തൻ്റെ കുടുംബത്തിന്, തൻ്റെ മക്കൾക്ക് മാതൃകാപരമായി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനും സമൂഹത്തിൽ അവരെ ഉയർന്ന നിലകളിലൊക്കെ എത്തിക്കുന്നതിന് ടീച്ചർ നൽകിയ സേവനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഒരു അധ്യാപിക എന്ന നിലയിലും ഒരു കുടുംബിനി എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലുമൊക്കെ സമൂഹത്തിന് നൽകിയ എല്ലാവിധ സേവനങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ സംഘടനയ്ക്കും ഇക്കാലപത്രയും നൽകിയ സേവനങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ മെമ്പർഷിപ്പിനായിട്ട് കടന്നു വരുമ്പോഴെല്ലാം ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുകയും വളരെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹകരണവും പിന്തുണയും നൽകി വന്നു. ഞങ്ങളുടെ സംഘടനയ്ക്കും ഈ സംഘടനയ്ക്ക് നൽകിയ സേവനങ്ങളെയും സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഒരിക്കൽ കൂടി കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ദുഃഖം കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. ഞങ്ങൾക്കും ഈ വിയോഗം ദുഃഖകരമാണ്. അതോടൊപ്പം തന്നെ സംഘടനയുടെ എല്ലാവിധ അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് കുര്യാക്കോ സാറ് പുഷ്പചക്രം അർപ്പിക്കും. കേരള സ്റ്റേറ്റ് പെൻഷൻ അസോസിയേഷൻ്റെ മീനടം യൂണിറ്റിൻ്റെ പ്രവർത്തകർ പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു. ആ യൂണിറ്റിലെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി ഇപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രകാശിപ്പിക്കുന്നു. മീനടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മോനിച്ചൻ കിഴക്കേടം ഈ സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. മീനടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മോനിച്ചൻ കിഴക്കേടം ഈ സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കും. ഏറ്റവും ബഹുമാനായ വൈദിക ശ്രേഷ്ഠൻ, മറ്റ് നമ്മുടെ മേരി ടീച്ചറിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കക്കാട്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം
വളരെ വലിയ സേവനം നാടിന് ചെയ്തു വരുന്ന ഒരു കുടുംബമാണ് കക്കാട്ട് കുടുംബം. വളരെ വർഷക്കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് അവരെ ഏറെ മുന്നിൽ എത്തിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ബഹുമാന്യനായ കക്കാട്ടച്ചൻ വളരെ ത്യാഗോജ്വലമായ തൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഒരു സ്കൂള് മീനടത്ത് നമ്മുടെ ഈ മഞ്ഞാടി പ്രദേശത്ത് ആരംഭിച്ചത്. അന്നത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ നമുക്കറിയാം. ഒരു സ്ഥാപനം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളെയെല്ലാം തൻ്റെ മുന്നിൽ വന്ന എല്ലാ വെല്ലുവിളികളെയും വളരെ ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ട് താനെടുത്ത തീരുമാനം നമ്മുടെ നാട്ടിൽ നടപ്പാക്കണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛൻ്റെ ആ പ്രവർത്തനം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ തലമുറകൾക്ക് ഏറെ പ്രയോജനകരമായി വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഈ നാടിൻ്റെ അഭിമാനമായിട്ട് തന്നെ ആ സ്കൂള് നമ്മുടെ നാട്ടിൽ നിലകൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായി പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചറും വർഷക്കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വന്നു. തൻ്റെ ആ വലിയ സ്നേഹവും പ്രസ്ഥാനത്തോടുള്ള ആ വിശ്വാസവും കൂറുമൊക്കെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളിലെയും വിദ്യാർത്ഥി സമൂഹം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരുമാണ്. തീർച്ചയായും ടീച്ചറിൻ്റെ വിയോഗം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും നാം ഒക്കെ ക്രിസ്ത്യാനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നാം പഠിച്ചിരിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഭവനം സ്വർഗത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ദുഃഖവും ദുരിതവും ഒക്കെ പേറി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായും ഈ ലോകത്തിൽ നിന്നും നമ്മളിൽ നിന്നും വേർപിരിയുന്ന ടീച്ചർ ദുഃഖവും ദുരിതവുമില്ലാത്ത സ്വർഗരാജ്യത്തിൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ പാർക്കുവാൻ ഈശ്വരൻ കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മീനടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഏറ്റവും ബഹുമാന്യനായ മോനിച്ചൻ കിഴക്കേടം പ്രിയപ്പെട്ട ടീച്ചറിനെ അനുസ്മരിച്ചുകൊണ്ടും അനുശോചനം അർപ്പിച്ചുകൊണ്ടും നൽകിയ വാക്കുകൾക്ക് ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ യാത്ര, പ്രത്യേകിച്ച് പരിശുദ്ധ ദേവാലയത്തിലേക്കുള്ള യാത്രയുടെ ആദ്യപടിയായി താൻ ജീവിതകാലം മുഴുവൻ പ്രിയപ്പെട്ടതായി കരുതിയ ഈ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് ശേഷം ഭവനത്തിൻ്റെ പുറത്തേക്ക് ഇറക്കുന്ന സമയമാണ്. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമോദിക്കും നിൽക്കണമിവൾ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാവുന്നു ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ,
ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സിസ്റ്റാവേ, നിനക്ക് സ്തുതി. ഭാവിയായ നിന്റെ എളിയാരോട് രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മാത്രം മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരപരമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, നമ്മുടെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിനോടമേ. ആമേൻ. മൃതിനിലയം ദൈവം പോകി മൃതിയവനെ നിഹനിച്ചില്ല. അവനെ ഉൾക്കൊണ്ട പരേതൻ ജീവൻ പൂണ്ടാനന്ദിക്കും. സോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവറടക്കപ്പെട്ടവരെ നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമായ കർത്താവിന് സ്തുതി. ഈ മാതാവിൻ്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായുസോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. കർത്താവേ, സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിനിയായി മാതാവിൻ്റെ ആത്മാവിന് നീ വിമോചകനും പാപപരിഹാരകനുമായിരിക്കണമേ. നിന്റെ ദാസിയുടെ ആയുഷ്കാലത്ത് ചെയ്തു പോയ സകല പാപങ്ങളും തെറ്റുകളും അനുഗ്രഹസമ്പൂർണമായ നിന്റെ കരുണാസമുദ്രത്തിൽ കഴുകി വെടിപ്പാക്കണമേ. ജീവദായകമായ നിന്റെ ദൈവത്വത്തിൻ്റെ കൽപ്പനയാലും മാങ്ങിത്താലും ഈ നിന്റെ ദാസിയെ നാശത്തിൽ നിന്നും നശ്വരതയിൽ നിന്നും ഉദ്ധരിക്കണമേ. മഹനീയമായ നിന്റെ ശ്രേഷ്ഠൻ കൽപ്പനയാൽ നിന്റെ ദാസിയുടെ ദേഹിയും ആത്മാവിനെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷ ഉല്ലാസങ്ങളുടെ വാസസ്ഥലത്ത് നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും വിശ്വാസികളായ സ്ഥലം മരിച്ചു പോയരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് ദൂരോത്ര പരിശുദ്ധാത്മാവായ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളൊന്നു വന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരരുടെ നാൾകളഹോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ഓലം വാദാമുൽ ഓലം മീനാമീൻ. മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവാസുരം അതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയേലായി സൂൻ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തി അവരവരുയിലോട് എഴുന്നേറ്റു
ഉയരകവും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേ തെറ്റു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന്റെ മഹത്വം കർത്താവേ നൽകാശ്വാസം നിൻ സൽഭവനങ്ങൾക്കുള്ളിൽ വാങ്ങിപ്പോയോർക്കായി കൃപയെ ഞങ്ങൾക്കും അടിയാർക്കും അവർക്കും പറ്റും കുറ്റങ്ങൾ മാറ്റിയിടേണം. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി പാർക്കുമോ. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ കൊച്ചമ്മയുടെ ശരീരം പുറത്ത് പന്തലിലേക്ക് ഇറക്കുന്ന സന്ദർഭമാണ്. ഞാൻ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ സംസ്കാരങ്ങളെ നീക്കിടണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. തിരുമനസ്സുലോകത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. മരണമുള്ളവരെ പാപമരണത്തിൽ രക്ഷിക്കുവാൻ വേണ്ടി ജനപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ, അനിത്യമായ ലോകത്തിൽ നിന്ന് നിന്റെ കരുണയിലുള്ള പ്രത്യാശയിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. എൻ്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോഴ്മക്കാരികളോടുകൂടിയുള്ള നീ ഇരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നു. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, നിനക്ക് ബഹുമാനം യോഗ്യമാകുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ, ഹാലേലൂയ. ഓർക്കുകതൽ പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും ഹാലേലൂയ. വേദനകൾ കേകും ശമനം പാർക്കുമോ. സുബഹുലാബുലബറുവൽ റൂഹു കാദീശോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നു. എന്നിലമർന്നിടും അവനിൽ താൻ ഞാനും അമർന്നിടും അവസാന ജീവൻ ഞാനവനെ കിടുമെൻ ഓതിയ നിൻമൊഴി നിറവേറ്റാൻ. വിശ്വാസമിഴും മൃതലോകം നിൻ വരവിൻ ദിവസത്തിനായി നോക്കി പാർക്കുന്നേ നാഥ. നിൻ പ്രത്യാശയിൽ നിന്നടിയാരെ കർത്താവേ, കൃപയാൽ ജീവിപ്പിക്കണം. പ്രിയേലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും മാഞ്ഞുപോകാത്തതായ നല്ല ഔന്നത്യവും എല്ലാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളവയുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡീയമായ ശരീരങ്ങൾക്ക് ആത്മീയമായ അവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായി തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം.
തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടു കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും താഴ്മയോടും ആദരവോടും കൂടി സമർപ്പിക്കുന്നു. മരണമില്ലാത്തവനും വഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും വഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിൽ ഇരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും നിൻ്റെ കയ്യിലിരിക്കുന്നവനായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ, സകലരുടെയും സഹായത്തിന് രക്ഷിക്കുമായി നിയമനം കൂട്ടി സൂക്ഷിച്ചും കൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിവാൻ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരുണയിൻ പ്രകാരം ഇതിനോടുകൂടി അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകൾ ഇതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് ദാസിയുടെ ആത്മാവിനെ വീണ്ടുകൂടുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇവളെ കൈക്കൊള്ളണമേ. നിന്റെ ദാസി മനസ്സുകൂടാതെയും അറിവുകൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളും തിന്മകളും നീ പുണ്യമാക്കി നിന്റെ ഇളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വപ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവരില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്ന് നീ ഓർത്തു കൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയെ മനുഷ്യ സ്നേഹങ്ങളുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിൻ്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊർശ്ലേമ്യ സഭയിൽ സ്വർഗീയ ആശ്വാസതലങ്ങളിലും നീ ഇവളെ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഖകൾ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിൻ്റെ 4 കോണുകളിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്നതിന് ശബ്ദത്താൽ കബറുകളിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന യഥാസി അനുഗ്രഹങ്ങളുടെ വിസ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെ ഞങ്ങളുടെ നിന്ദ്യകാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃകൈകളാൽ നീ ഞങ്ങളെ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദേതോ നിക്ഷമിക്കണമേ, കരുണയുള്ളവനെ മനസ്സലിയണമേ. നിന്റെ മുമ്പാകെയുണ്ടാകുന്ന സകല ലജ്ജയിൽ നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു വേണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമല്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവൻ്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള പ്രസാദനം യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത യോഗ്യമാകുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വത്സലരേ, ആത്മത്തേമേയതിൽ നിന്നും നീക്കി നയിപ്പാൻ മാനവരെ വിട്ടിടുമാ സമയം ഘോരം. ദൂതൻ
പരന്മാരെ ദൂരെ ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനെ തൻ ചരിതത്തെ പരിശോധിപ്പോ. പാപമലിമസമാണെങ്കിൽ താപമോടാൽമം കേഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ ഉൾകുതുകത്തോടോതിടും. ദേവേശാനിന്തിരുമയും രക്തവുമെന്നെ നീതീറ്റി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്ക് കീടട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം മുറിയുറാഹിമേലുവാദാറായി. മഹാകാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നതിയിലുള്ള മുഖപ്രസന്നതയ്ക്കും ഈ ദാസി അർഹയാക്കി തീർക്കണമേ. മോറൻ ബാലവാൻ ആമേൻ. ലിഖിതം പോലവസാനദിനി പാരും വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർ നികരം നീങ്ങുമ്പോൾ നാഥ സ്വാധികളോ തന്നെ കാത്തിടണോ. വാഴ്ത്തും ഞാൻ നിന്നെ. ബാറക്കുമോ തൽബീൻ മൃതലോകത്തിൽ ലാസറിനും യായി റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം തന്നെ പുനരുദ്ധാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നിഷ്ടം ചെയ്തൊരു ധാർമ്മികർതൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യ വിശ്രാമം നേടി അന്ത്യ സർവേശ നിന്നുടെ കരുണാഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ. ബാരക്കുമോ ശുഭോല പോലെ ബ്രോവൽ റൂഹോ കാദീശോ. എൻ ഗാത്രം ഭക്ഷിച്ചുരും രുധിരം ദാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോളിൽ എന്നാൽ അവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചൊന്നോ. രാവചനം സ്തുത്യം മൃതരെ യുദ്ധാനത്തിൽ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിടേണം. നീതി വിദേശനോടാത്മാവീവം യാചി ചോദിടുന്നതു ഞാൻ കേട്ടേനല്ലോ. പ്രതിഗതരെ പ്രതിനാഥ അങ്ങേക്കർപ്പിക്കും ബലികളിലെന്നേരോധി പാപികളെന്നും ശിഷ്ടന്മാരെ വേറാ കീടാനീരന്മാർ വന്നിടുമ്പോൾ കാരുണ്യത്തിൻ ചിറകിൻ കീഴിൽ നാദാ ചേർത്തിവളെ കാക്കുക നരകത്തീന്നും ഇവളെ വിധിച്ചിടരുതേ.
ജീവി അവരിലവൻ വിമലൻ തിരുമുൻ ഭാഗേ നാഥ ഇവളിൽ സ്ഥിതി ചെയ്തിടും നിന്നോ ഹരിയാഗ്നി കിരയായി നൽകിടല്ലേ മൊറിയോറാഹിൻ മേലൈനോവതാറൈ ആർദ്രതയാൽ നാഥാദേവാദാസിക്ക് ഗണമേ പുണ്യ നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവളെ ഇവളെ ധർമ്മിഷ്ഠന്മാരു തൻപാൾ നീ പാർപ്പിക്കണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാകണം ആ നിലയിൽ സ്തോത്രം നാദ പാടിടട്ടിവൾ ഹൃദരും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും ആർദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവളേ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവാസുരം അതുണർത്തണമേ കവറിനുദ്യാനോൻ കാലോസ്കുറിയേലായിസൂര്യകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരോട് എഴുന്നേറ്റു ഉയരുകോ നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പോൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താവന്നരുളിന് മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ നിയമത്തിനാക്കി അനുകൂലമാക്കണമേ കർത്താവിന്റെ ആശ്രയത്തെക്കുറിച്ച് വന്നൊരു വരുതലും മനുഷ്യപ്പെട്ടവനാകുന്നു ശരീരങ്ങളും ആത്മാക്കളും ഭവനത്തിൽ വന്ന് ഇപ്പോൾ പ്രാർത്ഥനകൾ നടത്തുകയും ഈ ഭവനത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത ഒന്നിനായ കളരിക്കൽ തോമസ് കോർപ്പീസ്കോപ്പ അച്ഛനോടും അന്തോണിയസ് കറുകച്ചാൽ അന്തോണിയസ് ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ കുറിയാക്കോസ് അച്ഛനോടും അതുപോലെ ഈ കുടുംബത്തിൻ്റെ വെട്ടിക്കുന്നേൽ കുടുംബത്തിലെ അംഗമായ താഴ്ത്തങ്ങാടി ബസേലിയോസ് ഗ്രിഗോറിയോസ് പള്ളിയുടെ വികാരിയായിരിക്കുന്ന ആദരണീയനായ ഗീവർഗീസ് വെട്ടിക്കുന്നേൽ അച്ഛനോടുമുള്ള നന്ദി കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ പ്രകാശിപ്പിക്കുകയാണ്. വെട്ടിക്കുന്നേൽ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് പനയമ്പാല ശാഖയുടെ അനുശോചനം ഇപ്പോൾ വന്ദിനായ ഗീവർഗീസ് അച്ഛൻ അറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രിയ മാതാവിൻ്റെ ടീച്ചറിൻ്റെ മൃതശരീരം പെട്ടിയിലേക്ക് മാറ്റുന്ന സന്ദർഭം കൂടിയാണ്. ത്രിയേക ദൈവത്തിൻ്റെ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, ഓരോ മരണവും ഓരോ വിയോഗവും സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വേദന പകരുന്നതാണ്. ഈ അമ്മച്ചിയുമായി ബന്ധപ്പെടുന്ന ഏവർക്ക് മനസ്സിലാകും ആ ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഊഷ്മളത. ഓർമ്മയുള്ള കാലം വരെയും കൃത്യമായിട്ട് ഓർത്തിരിക്കുമായിരുന്നു. ഈ അല്പകാലങ്ങൾക്ക് മുമ്പ് വരെയാണ് അതിനൊരു മാറ്റം വന്നത്. അതുവരെയും കൃത്യമായിട്ട് എവിടുത്തേതാണ്, ആരാണ് എന്നുള്ളത് വ്യക്തമായി പറയും. അത്രമാത്രം ബന്ധങ്ങളെ അറിയുവാനും ആരായുവാനും അത് പുതുക്കുവാനും ഉള്ള താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഏവർക്കും പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു പ്രിയപ്പെട്ട ഈ മാതാവ്. മറ്റൊരു വാക്ക് ബിറ്റർ എന്നുള്ളതാണ്. ഈ ലോകത്തിൽ വലിയ ബിറ്റർ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം പ്രിയൻ്റെ അച്ഛൻ്റെ വിയോഗം ഒരുപാട് വേദനയുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ മറ്റുള്ള ഒരു വേദനകൾക്കൊന്നും ആഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പുള്ള കുറേ നിമിഷങ്ങൾ, കുറേ സമയങ്ങൾ ആരോഗ്യപരമായ ചില കൈപ്പേറിയ ജീവിതാനുഭവങ്ങളുമുണ്ട്. അതല്ലാതെ മക്കളുമായുള്ള ബന്ധത്തിലും ഇടവകയുമായുള്ള ബന്ധത്തിൽ, സാമൂഹ്യമായ ചുറ്റുപാടുകളിലും, അതുപോലെ തന്നെ വിദ്യാലയവുമായുള്ള ബന്ധങ്ങളിലുമൊക്കെ ഏറ്റവും നിറവാർന്ന സ്നേഹത്തിൽ, സ്നേഹാൈക്യത്തിൽ പോകുവാനും ഉടമ്പടിയുടെ പുത്രിയായി തന്നെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനും സാധ്യമായി എന്നുള്ളത് ഏറെ സ്നേഹത്തോടെ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിയോഗം ഈ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ നഷ്ടം ഭൗതികമായി ജനിപ്പിക്കുന്നു. പനയമ്പാല ശാഖയുടെ, വെട്ടിക്കുന്നൽ കുടുംബയോഗം പനയമ്പാല ശാഖയുടെ എല്ലാ ആദരവുകളും അറിയിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ പനയമ്പാല ശാഖയുടെ, വെട്ടിക്കുന്നൽ കുടുംബയോഗം പനയമ്പാല ശാഖയുടെ സെക്രട്ടറിയും ട്രഷററും ചേർന്ന് ബൊക്കെ സമർപ്പിക്കുന്നു. വളരെ ദീർഘമായ ഒരു കാലയളവ് ഈ ഭൂമിയിൽ അർത്ഥപൂർണമായി ജീവിച്ച് അതിൻ്റെ അവസാനം ശാരീരികമായ മരണത്തിലൂടെ ഈ പ്രിയപ്പെട്ട കൊച്ചമ്മ, ഈ പ്രിയപ്പെട്ട ടീച്ചർ നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഓരോ മരണവും പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ, ജീവിതം പങ്കുവച്ചവരുടെ ഹൃദയങ്ങളിൽ ദുഃഖം സമ്മാനിക്കുന്നതാണ്, അല്ലെങ്കിൽ സങ്കടങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ ഒരു മരണം ഈ ജീവിതത്തിൻ്റെ അന്ത്യമല്ല. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരു ശിശുവായി ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്ന് വാർദ്ധക്യത്തിൽ ചെല്ലുകയും വാർദ്ധക്യത്തിൽ നിന്ന് പുതിയ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ മരണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യൻ്റെ പുതിയ ഒരു അവസ്ഥയിലേക്കുള്ള രൂപാന്തരം, ഒരു ഭാവമാറ്റമാണ് മരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാതാവ് നമ്മുടെ കാഴ്ചകളിൽ നിന്ന് മറഞ്ഞു പോയാലും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെ നശ്വരമായ ഒരു അനുഭവത്തിലല്ല, പുതിയ ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു വാസസ്ഥലത്തേക്കാണ് ഈ പ്രിയപ്പെട്ട മാതാവ് കടന്നു പോകുന്നത്. ഈ മാതാവിനെ അനുസ്മരിക്കുമ്പോൾ വന്ധ്യനായ ഈ മാതാവിൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി വന്ധ്യനായ കക്കാട്ട് അച്ഛനെ അനുസ്മരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല.
ഈ ദേശത്തിൻ്റെ ഇന്ന് കാണുന്ന വളർച്ചയുടെ ഭാഗമായി നേതൃത്വം നൽകുവാൻ, പ്രത്യേകിച്ച് ഇന്ന് കാണുന്ന മീനടം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ നിർമ്മാണത്തിലും അതിൻ്റെ വളർച്ചയിലും, അതോടൊപ്പം തന്നെ മീനടം സെൻറ് മേരീസ് UP സ്കൂൾ ഇവിടെ സ്ഥാപിതമായതിനു ശേഷം ഈ ഗ്രാമത്തിന് വന്നിട്ടുള്ള മാറ്റം, വിദ്യാഭ്യാസ തലത്തിൽ ആളുകൾക്കുണ്ടായ അഭ്യുന്നതി നമുക്കറിയാം. ദൈവാലയവും വിദ്യാലയവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ദേവാലയം ഒരു വിശ്വാസിയുടെ ആത്മീയമായ വളർച്ചയെ വർദ്ധിപ്പിക്കുന്നെങ്കിൽ വിദ്യാലയം ഒരു നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള സുസ്ഥിതിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും, മീനടം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്കും അതുപോലെ സെൻറ് മേരീസ് UP സ്കൂളിനും അത് ഇവിടെ സ്ഥാപിക്കുവാനും സ്ഥാപക മാനേജരായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അച്ഛനോടൊപ്പം കൂടെ നിന്നുകൊണ്ട്, നമുക്കറിയാം ഒരു വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ബാലാരിഷ്ടതകൾ, പ്രതിസന്ധികൾ വളരെയാണ്. അത് രൂപപ്പെട്ട് ഇന്ന് കാണുന്ന മനോഹരമായ ജീവിത പ്രയാണത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ അതിന് നേതൃത്വം നൽകിയ വന്ദ്യനായ അച്ഛനോടൊപ്പം ആ പ്രതിസന്ധികളിൽ കൂടെ നിന്ന ഒരു ജീവിത പങ്കാളിയാണ് പ്രിയപ്പെട്ട ഈ കൊച്ചമ്മ. നമുക്കറിയാം ബെസ്കിയോമോ എന്ന പദം ഉടമ്പടിയുടെ പുത്രി എന്നാണ്. വന്ദ്യനായ TJ ജോഷുവാച്ചൻ കോട്ടയം ഭദ്രാസനത്തിൽ ഷമ്മാശന്മാരുടെ വിവാഹത്തിന് പ്രസംഗിക്കുമ്പോൾ ബെസ്കിയോമാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദേവാലയത്തിലെ പ്രഥമ വനിതയാണ് ഒരു വൈദികൻ്റെ ഭാര്യ, വൈദികൻ്റെ ജീവിത പങ്കാളി. ഒരുപക്ഷെ വന്ദ്യനായ കക്കാട്ട് അച്ഛനോടൊപ്പം ഈ ദേവാലയത്തിൻ്റെ പ്രഥമ വനിതയായി നിന്നുകൊണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമുക്കറിയാം ഒരു അമ്മ, സാധാരണഗതിയിലുള്ള അമ്മ തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ, മക്കളെ വളർത്തുന്നതും ജോലി ചെയ്യുന്നതും ഔദ്യോഗിക നിർവഹണം നടത്തുന്നതുമൊക്കെ വളരെ ത്യാഗപൂർവമാണ്. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ, പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ, പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ, പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ, പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ, പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ.
അറിയുന്നില്ല പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല എന്നു വരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തതായി മരിച്ചോർ കരുണണമേ നല്ലോർമാ നിന്റെ മഹത്വമോദിക്കും നിൽക്കണമവൾ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണയും രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഓർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും അദ്ദേഹം ചെറിയപ്പെടുമാറാകണമേ. ആമീൻ. കരുണയുള്ള ദൈവമായ കർത്താവേ നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടുപോയ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്ന് ഇവിടെ വേണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവേ ഇപ്പോഴും അല്ല ഇപ്പോഴും നീക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ഹോശ
നീ ജീവനെടുത്തിടുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ മൃതരായി മണ്ണിൽ ചേരുന്നോ കർത്തൃമഹത്വം വാഴട്ടെന്നും ഹാലേലൂയ ഹാലേലൂയ തൻ ക്രിയകളിലുടയോൻ തെളിയട്ടെ ബാറക്കുമോ സുബഹോല ബോല ബറോവൽ റൂഹു ഖദീശോ മെനവോലം വദാമുൽ വോലം വൽ മീനാമി പ്രിയനാലാസറിന്റെ കബറി നെടുതേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ പ്രതിഭാശത്തീന്തും വിധവ സുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം ബറഖുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഖബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് അവർ ചൂണ്ട നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവ് നിർമ്മിതാവെന്ന നിലയിൽ സൃഷ്ടിശക്തിയുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അവനവനാൽ പ്രവർത്തിക്കപ്പെട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമേനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും മഹാകാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് അവിടുത്തെ പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ വലതു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാനവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാനവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് അരുളിച്ചിട്ടുള്ളതായ വചനം ഞങ്ങളിലും അവിടുത്തെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും അങ്ങയുടെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങയുടെ കരുണയെ കാണുകയും അങ്ങേക്കും പരിശുദ്ധ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ മറക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും ദേരം കേട്ടൊരു നാദം ശ്രദ്ധിച്ചെന്തരികെ നിന്നേറ്റം ഗീതം തോന്നും ദിനദത്തെ ലളിത കളേവര തരുണന്മാരെയും ബാലന്മാർ
പുണ്യം കണ്ടേ പ്രഭുവനിതകളും ദാസികളും സന്താപാരാമത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചേൻ കേഴും ദിൻ ദേവം സുന്ദരരെ വ്യതയോടെന്തിനു പാടിയിടും ദോ ഡോദി ബോഡാ ബിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഉള്ളോർത്തൽ ഭൂഷ സുഭഗതയെ മരണമശേഷം വായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽക്കൊടിയൻപേ തങ്കം തോമഞ്ഞു തുല്യേ സൗന്ദര്യം സന്ധ്യ വേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴ രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ സർവ ദീശ സ്തോത്രം സ്തോത്രം ദേ മുറിയോറാകിൻവതാറേ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേയും തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടിയും ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഈ നിന്റെ മകളെ അർഹയാക്കി തീർക്കുകയും ചെയ്യണമേ. മോറൻ ദേവേശാദിൻ പരിചാരികതന്നാൽപത്തെ സസമാധാനം കൈക്കൊള്ളുക കൺപക്ഷമഖിലം ഭോജിക്കാം ഇവളെ വിധിക്കരുതേ ദാദാ ദർബായൻ തീയൻ അപരാധികളർഹിച്ചിടും നരകത്തീന്തിവൽ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന പണവറപ്പൂ ഗേണം പാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റോഹോ കാദേശോ ജളിയേണ്ടാമൃതരായോർമേ അവരുടെ മേത്തല്ലില്ല നിനക്കധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാൽ അവകാശികളും സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വീട്ട് ഏകം സ്വർഗമഹാരാജ്യം ജീടപരട തേജാൻ നിദ്രാഭീതിയുമിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർ തഞ്ചിടും ഞാൻ പാർക്കുമോ ശുഭഹോലാപോലെ ബ്രോവൽ റൂഹോ കാദീശോ വാഗ്ദാനത്തിൻ നാടായി സ്വർഗമഹത്വം ചാർത്തിയിടും സോനോ ദുരിജീവൻ
നിന്നെ വലത്തായി ചേർത്തിടും. കാത്തരു കാത്തോരാ കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ. വ്യാകുലലോകമതൻ ചിന്താ വിഷയമതായി ആദിമകാലത്തെ എൻ മാനസമോടി സൃഷ്ടിയെയോർത്തൊരു ഞാൻ ശാപത്താൽ മൃത്യു നിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം വ്യതയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി പിരിയും ബാധാവി ദോക്കിടുമാത്മജരിൽ നെടുവീർപ്പുയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്തോ ഈ ദീരാരാവം കേൾക്കും ദോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു. ദൂതൻ ചാരേവ എന്നെ കൊണ്ടിക പോയി മാരകബാണത്താ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പീഡകളാ വർദ്ധിച്ചംഗങ്ങൾ കാൺമിൻ വടിമൂന്നാൻ എന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാനയോദീന നിൻ സൃഷ്ടിയെ നാദ കൃപയാൽ പൊതുതാക്ക മുറിയോറാഹിൻ മേലൈനോ ആധാര കരുണാസമ്പൂർണ പുനരുദ്ധാനദിനെ ദിൽനോട് സൃഷ്ടിയതീ നവമാക്കിടേണം. പതിബന്ധം പ്രതിയാൽ വേറായി മേരണ്ടാൽ തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ. ഭോജിക്കുക പാപം വഹിക്കുക ദോഷം സത്യമെഴും വിധിയിൽ നാളിൽ പാടേണം. പരിശുദ്ധന്മാരോ തിവതിൽ സ്തുതിഗീതം. വന്നവനും വരുവോനും മൃതർ തന്നുയരും സ്തുതനെന്നു ശരീര മക്കൾ പാടണമേ. ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ. പൂക്കും നിതുവയലിൽ പൂച്ചെടി പോലെ ബാറക്കുമോ. من ولم ودام الولم والمينامي
കാരുണ്യത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയതിൻ ജീവാസുരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തോമൻ കാലോസ് കുറിയലായി സോ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിളിയേറോന്റെ കാസാപാനം ചെയ്തു മൃതരായോരേ ദാശം നീക്കി ജീവിപ്പിച്ച് അടിയണം നിന്റെ നോക്കും തവരിൽ കാന്തി പാർക്കുമോ. ജീവിപ്പിപ്പാലെഴുന്നല്ലോ രാജാ മുകിലഴകിൽ പേലാഘോഷിതരായിടുന്നു ദൈവാന്മാർ തൻ പൊൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനം പോയിടുന്നു ഒരിയോറാകിൻ മേലൈനുവാതാറായി അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനേ നോക്കി പാർക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് മാറാകണമേ. ആമീൻ. ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനകളിവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഭവനത്തിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ വന്യനായ മത്തായി റമ്പാച്ചൻ, വന്യനായ തോമസ് എബ്രഹാം കുറിയന്നൂർ കോറപ്പിസ്കോപ്പ, മറ്റ് എല്ലാ വൈദിക ശ്രേഷ്ഠരോടും മുൻ വികാരിമാർ, വട്ടക്കാർ, കോട്ടയം ഭദ്രാസനത്തിലെയും അതുപോലെ ഈ കുടുംബത്തിലെ അംഗങ്ങളുമൊക്കെ ആയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ഞാലിയാകുഴി മാർ ബസേലിയോസ് ദേറായുടെ സുപ്പീരിയർ ആയിരിക്കുന്ന വന്യനായ മത്തായി റമ്പാച്ചൻ സ്വാന്തന വചനങ്ങൾ നമ്മോട് അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വന്യ കോറപ്പിസ്കോപ്പ, വന്യ വൈദിക ശ്രേഷ്ഠരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട 88 വർഷക്കാലം ഈ ലോകത്തിലെ തൻ്റെ ഏഹലോക വ്യാപാരം പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട കൊച്ചമ്മ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോവുകയാണ്. വടക്കൻ പ്രദേശത്ത് നിന്ന്, ഒരു കുലീന കുടുംബത്തിൽ നിന്ന് ഈ കുലീന കുടുംബത്തിലേക്ക് വന്ന് പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഉത്തമ ക്രൈസ്തവ സാക്ഷ്യത്തെ നിലനിർത്തിക്കൊണ്ട് അധ്യാപികയായി, അതിനുശേഷം വിശ്രമജീവിതത്തിലും നല്ല മാതൃകയോടെ ജീവിക്കുവാൻ തക്കവണ്ണം നല്ലൊരു സാക്ഷ്യത്തോടെ ഈ ദേശത്തിന് അലങ്കാരമായി നിലനിൽക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് കഴിഞ്ഞു. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു വൈദികൻ്റെ സഹധർമ്മിണിയാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വ്രതം സ്വീകരിക്കുന്ന അനുഭവമാണ്. ഉടമ്പടിക്കാരി എന്നാണ് കൊച്ചമ്മയെ വിളിക്കുന്നത്. അപ്പോൾ തന്നെ ജീവിതത്തിലെ പല സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് ദൈവത്തിനു വേണ്ടി ഒരു പുരോഹിതനോടൊപ്പം കുടുംബത്തെയും സഭയെയും കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു വലിയ വിളി സ്വീകരിച്ച് അത് അനുഗ്രഹപ്രദമായി നിറവേറ്റി മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവത്തിൻ്റെ ഉത്തമ വാഹകരായി സാക്ഷികളാക്കി തീർത്ത് ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ നിർവൃതിയോടെ ചാരിതാർത്ഥതയോടെ കൊച്ചമ്മ മടങ്ങുകയാണ്. ഇനിയും ഈ യാത്ര തുടരുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ വാക്കുകളിൽ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നുവെന്നും ശരീരത്തിലായാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുമെന്നും അതോടൊപ്പം തന്നെ എല്ലാ വാങ്ങിപ്പോയവരും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നുവെന്നുള്ള ഈ 3 വേദവചനങ്ങൾ നമുക്ക് വളരെയധികം സ്വാതന്ത്ര്യം നൽകുന്നതാണ്. കൊച്ചമ്മ
തുടർന്നും ഈ ദേശത്തിനു വേണ്ടി, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവസന്നിധിയിലേക്ക് പോകുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ ആരാധനയിലും ദൈവത്തെ നാം ഓർക്കുമ്പോൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും നമുക്ക് ഓർക്കുവാൻ കിട്ടുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് പൗരസ്ത്യ സഭയുടെ ആരാധനയുടെ പ്രത്യേകത എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ യാത്ര അനുഗ്രഹത്തിൻ്റേതാണ്. സന്തോഷത്തോടെ യാത്ര അയക്കുവാൻ പ്രിയപ്പെട്ട കൊച്ചമ്മയെ സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നീ ഉയർത്തെഴുന്നേൽക്കും, ഞങ്ങൾ രൂപാന്തരപ്പെടും, അപ്പോൾ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്നുള്ള വലിയ പ്രത്യാശയോടെ യാത്ര അയക്കുവാൻ തക്കവണ്ണം നമുക്കൊരോരുത്തർക്കും കഴിയട്ടെ, കുടുംബാംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പമ്പാടി ദേറായിൽ ശുശ്രൂഷിക്കുമ്പോഴും ഈ ഭവനം ദേറായിക്കും അതുപോലെ തന്നെ ഞാലിയാവഴി ദേറായിക്കുമൊക്കെ ഒത്തിരി നല്ല അനുഭവങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിനന്ദനായ കക്കാട്ടച്ചൻ ഞങ്ങൾക്കൊക്കെ നല്ലൊരു മാതൃകയായി തന്നെ ഏൽപ്പിച്ച എല്ലാ ഇടവകകൾക്കും നല്ല മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് മാതൃകയോടെ ഞങ്ങളെ മുൻപോട്ട് നയിച്ച് നല്ല ഉപദേശങ്ങൾ നൽകി. ഞങ്ങൾ യുവവൈദികർക്കും ഇപ്പോഴൊരു മധ്യവയസ്കരായിരിക്കുന്ന വൈദികർക്കുമൊക്കെ നല്ലൊരു മാതൃകയായി നല്ല ഉപദേശം നൽകിയ ഒരു വൈദിക നേതൃത്വമാണ്. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ മാതാവിൻ്റെ യാത്രയ്ക്കുള്ള എല്ലാ യാത്രാമംഗളങ്ങളും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞാലിയാവഴി ദേറായുടെ യാത്രാമംഗളങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അവിടുത്തെ ദാസിയിൽ നിറവേറി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ വലത്തേതിൻ്റെ നിലയ്ക്ക് പ്രിയപ്പെട്ട കൊച്ചമ്മയെ യോഗ്യയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നിനായ മത്തായി റമ്പാച്ചനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ, മക്കളും പ്രിയപ്പെട്ടവരും ഈ കൊച്ചമ്മയ്ക്ക് ചുംബനം നൽകി അന്ത്യയാത്രയ്ക്ക്